മലയാളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ രാഷ്ട്രീയ സിനിമകളായി വിലയിരുത്തപ്പെടുന്ന സന്ദേശം, വരവേൽപ്പ് തുടങ്ങിയ സിനിമകളൊക്കെ എടുക്കുന്ന കാലത്ത് പോലും അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം, ഞാൻ കുറച്ച് മുമ്പ് മനോരമയിലെ സുജിത് നായരുടെ ഒരു ഇൻ്റർവ്യൂ 2021 അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂ ഞാൻ വായിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, സ്വന്തം നാട്ടുകാരനായ പാണ്ഡ്യൻ ഗോപാലിനെ കണ്ടു വളർന്നതുകൊണ്ടാണോ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തോട് ഈ അതിർത്തി തോന്നുന്നത് എന്ന് സുജിത് നായർ ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ കൃത്യമായി പറയുന്നുണ്ട് അത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് മറച്ചു വെക്കാതെ, അത്തരം അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളെ മറച്ചു വെക്കാതെ തുറന്നു പറയാൻ തുടങ്ങിയത് മുതലാണ് അദ്ദേഹം ഇടതുപക്ഷ വിരുദ്ധനാവുകയും അദ്ദേഹത്തിന് അരാഷ്ട്രീയവാദിയായി തന്നെ ചിത്രീകരിക്കുകയാണ് പിന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവസാനം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദേശ സിനിമ ഒരു അരാഷ്ട്രീയ സിനിമയായിട്ടും വ്യാഖ്യാനിക്കപ്പെട്ടു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സീൻ പറഞ്ഞാണ്, അപ്പോൾ രാഷ്ട്രീയത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ ഇത് രാഷ്ട്രീയത്തിലെ അനാശാസ്യമായ പ്രവണതകളെ തുറന്നു കാണിക്കുന്ന ഒരു സിനിമ കാലങ്ങളിൽ ചെന്നപ്പോൾ അതൊരു അരാഷ്ട്രീയ സിനിമയായി വ്യാഖ്യാനിക്കപ്പെട്ടു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ആ സമയത്തേക്ക് ഇടതുപക്ഷത്തെ വിമർശിക്കാൻ തുടങ്ങിയിരുന്നു, രാഷ്ട്രീയ കൊലപാതകങ്ങളെ വിമർശിക്കാൻ തുടങ്ങിയിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞ സുജിത് നായരുടെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ശ്രീനിവാസൻ 2020 സഹകരിച്ച് അവരുടെ ഉപദേശ സമിതി അംഗമൊക്കെ ആയത് പിന്നാലെയാണ് ഈ ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, താങ്കൾ ഒരു രാഷ്ട്രീയവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന മറുപടി വളരെ കുറിക്കൊള്ളുന്നതാണ്. അതെ, അവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ രാഷ്ട്രീയക്കാരനാണെങ്കിൽ 19 വെട്ടൊക്കെ വെട്ടി ആരെങ്കിലും ഉപദ്രവിക്കേണ്ടി വരും, അതിന് ഞാൻ പോകാത്തതുകൊണ്ട് ഞാൻ രാഷ്ട്രീയക്കാരനാകുന്നു. പിന്നീട് ചോദിക്കുന്നുണ്ട്, താങ്കൾ സാമ്പത്തിക ലക്ഷ്യം വെച്ചാണ് ഇതിലേക്ക് ചേർന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അതിന് അദ്ദേഹം പറയുന്ന മറുപടി രസകരമാണ്. അവർക്ക് മാത്രം കാശുണ്ടാക്കിയാൽ മതിയോ, എനിക്കും കാശുണ്ടാക്കണമല്ലോ. മറ്റൊരാൾക്ക് സ്വന്തം കിഡ്നി ഡൊണേറ്റ് ചെയ്ത വൈദികനാണ് എനിക്കൊപ്പം ഈ 2020 വന്ന മറ്റൊരാൾ, സഹകരിക്കുന്ന മറ്റൊരാൾ. അദ്ദേഹത്തിന് കോടികൾ കിട്ടുമായിരിക്കും, എനിക്ക് ലക്ഷങ്ങളെ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ മറുപടികൾ. രസമാണ്. പക്ഷെ അതിലും അദ്ദേഹം പറയുന്നുണ്ട്, ഈ 2020 എന്ന് പറയുന്നത് എൻ്റെ ഒരു അവസാന താവളമൊന്നുമല്ല, ഞാനിങ്ങനെ കൊള്ളാവുന്നത് എവിടെ കാണുന്നു അതിനെ തേടി ചെല്ലുന്ന സ്വഭാവക്കാരനാണ് ഞാൻ എന്ന് പറഞ്ഞ പോലെ മനുഷ്യർക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ഏത് ഐഡിയോളജി അല്ലെ ഏത് കാര്യം, അദ്ദേഹം ജൈവ കൃഷി ചെയ്തിട്ടുണ്ട്, അങ്ങനെ എല്ലാ പരീക്ഷണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു തുറന്ന സമീപനത്തിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ, അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകളൊക്കെ, അദ്ദേഹത്തിൻ്റെ ഈ വിമർശനങ്ങളും എന്ന് വേണം നമ്മൾ ഈ സമയത്ത് കാണാൻ.